നാടിളക്കി മറിച്ചായിരുന്നു മലബാറിലെ കൊട്ടിക്കലാശം. പേരാവൂരും കൊടുവള്ളിയിലും പട്ടാമ്പിയിലും നേരിയ സംഘർഷമുണ്ടായി. ധർമ്മടത്തും തളിപ്പറമ്പിലും ജനസാഗരം മണ്ഡലങ്ങളെ ഇളക്കിമറിച്ചു. തലശ്ശേരിയിലും പയ്യന്നൂരിലും താളമേളങ്ങളും വർണ്ണക്കൊടികളും ബാൻഡ് മേളവുമായി മുന്നണികൾ ആവേശം തീർത്തു. കണ്ണൂർ പേരാവൂരിൽ കൊട്ടിക്കലാശം അവസാനിച്ചതിനു പിന്നാലെ UDF LDF പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രചാരണ സമയം കഴിഞ്ഞും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതോടെ പോലീസ് ലാത്തിവീശി. കണ്ണൂർ നഗരത്തിൽ UDFും NDAയും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവേശക്കടലായി അണിചേർന്നു. DJ നൃത്തവും ബൈക്ക് റാലിയുമായി കാസർഗോഡ് മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും റാലികൾ നഗരത്തിൽ കേന്ദ്രീകരിച്ചു. കൊടുവള്ളിയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ബേപ്പൂർ ചാലിയത്ത് UDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചാരണ വാഹനം തടഞ്ഞെന്ന പരാതിക്ക് പിന്നാലെ LDF UDF പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒരാൾക്ക് പരിക്കേറ്റു. പാലക്കാട് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ കൊട്ടിക്കലാശത്തിൽ 3 മുന്നണികളുടെയും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ കൊട്ടിക്കലാശത്തിനിടെ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും ഏറ്റുമുട്ടി. വയനാട്ടിലെ കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലും അണികളെ ആവേശത്തിലാക്കി മേളപ്പെരുമ്പറകളും നൃത്തച്ചുവടുകളുമായി മുന്നണികൾ ശക്തി തെളിയിച്ചു. ആവേശത്തിരിളക്കമായാണ് ബേപ്പൂരിൽ കൊട്ടിക്കലാശം. സമാനമായാണ് എല്ലാ മണ്ഡലത്തിലും കൊട്ടിക്കലാശം. ക്യാമറമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം ബേപ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.